മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതികായൻ ശരത് പവാർ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യവേ NCP രാഷ്ട്രീയം തന്നെ കലങ്ങിമറിയുകയാണ്. തന്നെ താനാക്കി മാറ്റിയ കോൺഗ്രസിലേക്ക് തിരിച്ചു പോവാനുള്ള അതിയായ ആഗ്രഹത്തിലാണ് ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ശരത് പവാർ ഇരിക്കുന്നത്. എന്നാൽ NCPയിലെ വലിയൊരു വിഭാഗം അതിനൊപ്പമല്ല എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. കാരണം അവർക്ക് കോൺഗ്രസിൻ്റെ മഹത്വമല്ല, അധികാരത്തിലേക്കുള്ള യാത്രയിലാണവർ. അവരുടെ മുന്നിലുള്ളത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. കോൺഗ്രസുമായുള്ള ലയനത്തിനായി ശരത് പവാർ ചർച്ച നടത്തുന്നതിനിടെ NDAയുമായി സുപ്രിയ സുലെ സമാന്തര ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ള വാർത്തകളും വരുന്നു. MLAമാരെയും MP മാരെയും എന്ത് വില കൊടുത്തും കൈക്കലാക്കാനുള്ളൊരു കച്ചവടമാണ് മഹാരാഷ്ട്രയിൽ അരങ്ങേറുന്നത്. അതിന് തടയിടാനാണ് NCPയെ കോൺഗ്രസിൽ ലയിപ്പിക്കാൻ പവാർ തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നത്. പവാറിൻ്റെ NCPക്ക് 10 MLAമാരും 8 MP മാരിൽ 5 പേർ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. കാരണം കേന്ദ്രഭരണമുണ്ട്, ഒരുപക്ഷെ മന്ത്രിസ്ഥാനം ലഭിച്ചേക്കാം ആർക്കെങ്കിലും. അതുകൂടാതെ നല്ല പണവും പദവിയും സമ്പാദിക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്തയും അവർക്കുണ്ട്. പാർട്ടിയുടെ മഹത്വവും പാരമ്പര്യവും അവർക്ക് യാതൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് അവരുടെ ചിന്ത. MLAമാരിൽ ചിലർ കോൺഗ്രസ് ലയനത്തെ അനുകൂലിക്കുമ്പോൾ തന്നെ BJP സഖ്യത്തോടൊപ്പം നിൽക്കാനാണ് ബാക്കിയുള്ളവരും നിർദ്ദേശിക്കുന്നത്. പവാറിൻ്റെ മകൾ സുപ്രിയ സുലേക്കും അടുത്ത അനുയായികൾക്കും അർഹമായ പരിഗണന നൽകിയാൽ കോൺഗ്രസിൽ ലയിക്കാമെന്ന നിലപാടിലാണ് പവാർ ഉള്ളത്. തൻ്റെ അനുയായികളിൽ ഒരാളെ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റും ലോകസഭാ MP കൂടിയായ മകൾ സുലേയെ വൈസ് പ്രസിഡന്റുമാക്കണമെന്നാണ് പവാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗം മഹാരാഷ്ട്രയിലും കേന്ദ്രത്തിലും ഭരണകക്ഷിയുടെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് BJP സഖ്യത്തിലേക്ക് പോകാൻ. സുപ്രിയ സുലെ ഇവർക്കൊപ്പമാണെന്നാണ് ഇപ്പോൾ സൂചന ലഭിക്കുന്നത്. സുലെയുടെ മകളെ സമീപകാലത്ത് കല്യാണം കഴിച്ചത് നാഗ്പൂരിലെ RSS കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബ ബന്ധമാണ് ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് നീക്കുന്നത് എന്നാണ് അറിയുന്നത്. പവാറിനെ NDAയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അവരെന്നാണ് സൂചന ലഭിക്കുന്നത്. പവാറിനെ BJP പക്ഷത്തെത്തിക്കാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ അതീവ താൽപ്പര്യമാണുള്ളത്. NCPയെ വീതം വെക്കാനുള്ള BJP ഷിൻഡെ പക്ഷ ശിവസേന മത്സരത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ താൽപ്പര്യം. NDAയെ പിന്തുണച്ചാൽ സുപ്രിയ സുലേക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും കൂടാതെ 2 മന്ത്രി പദവികളുമാണത്രേ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ അതിൽ സുപ്രിയ സുലേക്ക് മന്ത്രി പദവി നൽകിയേക്കാം. കോൺഗ്രസോട് അതിയായ സ്നേഹമുണ്ടെങ്കിലും തങ്ങളുടെ വളർച്ചയ്ക്കെല്ലാം കാരണം കോൺഗ്രസ് എന്ന പാർട്ടിയാണെങ്കിലും ഇന്നത്തെ നിലയിൽ BJPയോടൊപ്പം ചേർന്നാൽ മന്ത്രി പദവി കിട്ടും എന്നുള്ള അധികാരമോഹമാണ് പവാറിൻ്റെ മകളെ ഈ രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. പവാർ കോൺഗ്രസിലേക്ക് വരുമോ എന്ന് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് തന്നെ അതുകൊണ്ട് സംശയമുണ്ട്. BJPയുമായുള്ള ചർച്ചയിൽ മേൽക്കൈ കിട്ടാൻ വേണ്ടി മാത്രമാണ് കോൺഗ്രസ് ലയനത്തെക്കുറിച്ച് പവാർ സംസാരിക്കുന്നതെന്നും അവർ കരുതുന്നു. അങ്ങനെ വിലപേശി നേടാനുള്ളൊരു ചിന്ത പവാറിൻ്റെ ഈ അവസാന കാലത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പവാർ കോൺഗ്രസുമായും സുപ്രിയ സുലെ BJPയുമായും സമാന്തര ചർച്ച തുടരുകയാണെന്നും ആരാണ് മികച്ച ഓഫർ നൽകുന്നതിനെക്കുറിച്ച് തീരുമാനമുണ്ടാകുമെന്നും NCP വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിക്കും നൽകാൻ കഴിയുന്നതിൽ ഒരു പരിധിയുണ്ട്. കാരണം BJPക്ക് കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും ഭരണമുള്ളതുകൊണ്ട് അവർ നൽകുന്ന ഓഫറായിരിക്കും ഏറ്റവും പ്രധാനം. NCPയുടെ ലോകസഭാ MP അമോൽ കോലെ തങ്ങൾ കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും BJP പക്ഷത്തേക്കാണെന്ന് പരസ്യമായി അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ MP മാരും പവാറിനൊപ്പമാണെന്നും അദ്ദേഹത്തിൻ്റെ വാക്കാണ് അന്തിമമെന്നും പിന്നീട് ചില നേതാക്കൾ വ്യക്തമാക്കി. NCP MP മാർ പലരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നും തങ്ങളുടെ മണ്ഡലത്തിലേക്ക് വികസന പദ്ധതികൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുമാണ് വാർത്തകൾ വരുന്നത്. പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ സുപ്രധാന ഭരണഘടനാ ഭേദഗതികൾ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പരമാവധി MP മാരെ എന്ത് വില കൊടുത്തും എന്ത് പദവി നൽകിയും NDA പക്ഷത്തേക്ക് കുതിരക്കച്ചവടം നടത്താൻ ശ്രമിക്കുകയാണ്. മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകാനുള്ള പവാറിൻ്റെ മോഹത്തിന് തുരങ്കം വെക്കാൻ എല്ലാ പ്രലോഭനങ്ങളുമായും അവർ രംഗത്തുണ്ട്. NCP എങ്ങോട്ടാണ് എന്നത് മഹാരാഷ്ട്രയിലെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും ഗതിവിഗതികൾ നിർണ്ണയിക്കും. വരും ദിവസങ്ങളിൽ ഇത് വളരെ നിർണായകമാണ്.